മത്സരിച്ച് ജയിച്ചൊരു MLA ആണ്. അതിന് സർവ്വ പിന്തുണയും നൽകിയ UDF ആണ്. അതുകൊണ്ട് തന്നെ UDFന്റെ ഭാഗമായിട്ടുള്ള ഒരു MLA ആയിരിക്കില്ല. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അവർ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. പാർട്ടിക്കകത്ത് പുലർത്തേണ്ടുന്ന ഒരു ജനാധിപത്യമുണ്ട്. അതാ ഉൾപാർട്ടി ജനാധിപത്യം. ആ ഉൾപാർട്ടി ജനാധിപത്യത്തെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, കുടുംബലാഭത്തിന് വേണ്ടി ഉൾപാർട്ടി ജനാധിപത്യം തകർത്ത ഗോവിന്ദൻ മാഷ അയാൾ നിലപാട് തിരുത്തട്ടെ. അല്ല, ഈ പാർട്ടിയെ തകർക്കാനാണ് ഇവരെല്ലാം കൂടി ചേർന്ന്. പിന്നെ ആര് വിചാരിച്ചാൽ അത് രക്ഷിക്കാൻ വേണ്ടി കഴിയും? തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണ്. കാരണം ഇന്ന് ഞാൻ ഒറ്റക്കല്ലല്ലോ. ഇവിടെ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ടിയുടെ നെടുങ്കോട്ടയല്ലേ. ആ കുഞ്ഞികൃഷ്ണൻ അവിടെ ജയിച്ചില്ലേ? അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചില്ലേ? തളിപ്പറമ്പിൽ ഇതേവരെ ജയിക്കാത്ത തളിപ്പറമ്പിൽ ഞാൻ ജയിച്ചില്ലേ? ഇതെല്ലാം കാണുന്നതിന്റെ ഒറ്റപ്പെട്ട ഒരു കാര്യമല്ലല്ലോ. പാർട്ടിക്കകത്തൊരു പ്രവണതക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്. ആ പോരാട്ടത്തിന്റെ വിജയമാണ് ഈ വിജയം. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ വിജയമല്ല, ആ പോരാട്ടത്തിന്റെ വിജയമാണ്. അതിന് ഈ തളിപ്പുറം മണ്ഡലത്തിലെ ജനങ്ങൾ CPM-ൽ പെട്ടതും UDF-ൽ പെട്ടതും ഇതിലൊന്നും പെടാത്തതുമായിട്ടുള്ള എല്ലാ ജനാധിപത്യവാദിയായിട്ടുള്ള ജനങ്ങൾ ആ പോരാട്ടത്തിന് പിന്തുണ നൽകി. ആ പിന്തുണയുടെ വിജയമാണ് ഈ വിജയം. ഈ പാർട്ടിയിലെ ചില നേതാക്കൾ താങ്കൾക്ക് ഒരു പിന്തുണ നൽകി എന്ന ചില ചർച്ചകളൊക്കെ പാർട്ടിക്കുള്ളിൽ നടന്നതായിരുന്നു. ചില നേതാക്കളല്ല, പാർട്ടിയിൽപ്പെട്ടുള്ള നിരവധി ആളുകൾ ഇല്ലെങ്കിൽ എനിക്ക് 15,000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവില്ലല്ലോ. പാർട്ടിയിൽപ്പെട്ടുള്ള നിരവധി ആളുകൾ എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഒരു പാർട്ടിയിലും പെടാത്ത ആളുകൾ പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും എനിക്ക് നൽകിയ പിന്തുണയുടെ വിജയമാണ് ഈ വിജയം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മുഴുവൻ ആളുകൾക്കും, അത് UDF-ന്റെ സജീവ പ്രവർത്തകന്മാർ ചുരുങ്ങിയ ദിവസം ഞാൻ കിട്ടിയിട്ടില്ലെങ്കിലും അവരെല്ലാം നടത്തിയ അഹോരാത്രമായ പ്രവർത്തനമുണ്ട്. അവരോടെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ പറയാണ്. അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല ആ ആയിരക്കണക്കിനായ ജനങ്ങൾ, അവരോടെല്ലാം ഓരോരുത്തരോടും വ്യക്തിപരമായി കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവരോടെല്ലാം വ്യക്തിപരമായി കണ്ട് നന്ദി പറഞ്ഞതായി കണക്കാക്കി അവരോടെല്ലാം നന്ദി ഞാൻ പറയാൻ